നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരുമായി കാര്യങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. സന്തോഷമായാലും സങ്കടമായാലും ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വപ്നങ്ങളായാലും എല്ലാം അല്ലേ. എന്നാൽ നിങ്ങൾക്കറിയാവോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ അടുപ്പമുള്ളവരാണെങ്കിലും ഒരാളോടും പങ്കുവെക്കാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ നമ്മുടെ ശക്തിയാ, നമ്മുടെ ഭാവിയാ. അത് പുറത്തുവിട്ടാൽ ചിലപ്പോൾ നാം തകർന്നും പോയേക്കാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെയാ ആ 7 രഹസ്യങ്ങളെന്ന്? നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ മനസ്സിന്റെ ശക്തിയെ സംരക്ഷിക്കുന്ന ആ 7 കാര്യങ്ങൾ. ഇത് വെറും ഉപദേശമൊന്നുമല്ല കേട്ടോ. ഇത് ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന, നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു സത്യമാണ്. ഒന്നാമതായി, നമ്മൾ ആരോടും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ രഹസ്യം അത് നമ്മുടെ വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമാണ്. ഇതൊരു വൈകാരികമായ കാര്യമാണ്. നിങ്ങൾ വലിയൊരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്, അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. ഒരു വലിയ ബിൽഡിംഗ് മനസ്സിൽ പണിയുന്ന പോലെയാണ് അത് മറ്റൊരാളോട് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയോ? ആദ്യമേ തന്നെ നിങ്ങൾ കേൾക്കുന്നത് നിനക്കതിന് കഴിയില്ല, അല്ലെങ്കിൽ ഇതൊക്കെ വെറും തോന്നല, ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ആയിരിക്കും. എല്ലാവർക്കും നിങ്ങളെപ്പോലെ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം കണ്ട് അവർ ഭയപ്പെട്ടേക്കാം, ഒരു പക്ഷേ അസൂയയും തോന്നിയേക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് അത് പുറത്തു പറയുന്നത് അതിൻ്റെ ശക്തി ചോർത്തിക്കളയും. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞതായി തെറ്റിദ്ധരിക്കും. ഇത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നിങ്ങളുടെ തീവ്രമായ ശ്രമത്തെ ഇല്ലാതാക്കും. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതുവരെ അതൊരു സമാധി പോലെ നിങ്ങളുടെ ഉള്ളിൽ ഭദ്രമായിരിക്കണം. ആ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. അതിനുവേണ്ടി രഹസ്യമായി പ്രയത്നിക്കുക. നിങ്ങൾ വിജയിക്കുമ്പോൾ ആ വിജയം സ്വയം സംസാരിച്ചോളും. അതാ ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ വിജയത്തെ മാത്രം ലോകം അറിയട്ടെ, അതിന് യാത്രയെ രഹസ്യമായി സൂക്ഷിക്കുക. രണ്ടാമതായി, നിങ്ങൾ മറ്റൊരാളോട് പങ്കുവയ്ക്കാൻ പാടില്ലാത്ത നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്, നിങ്ങളുടെ ദാനധർമ്മങ്ങളാണ്. ഒരു വ്യക്തിക്ക് നമ്മളൊരു സഹായം ചെയ്തു, ഒരു പാവപ്പെട്ടവനെ കുറിച്ച് ക്യാഷ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു, എന്നിട്ട് അത് ആൾക്കാരോട് പറഞ്ഞെടുക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ആ പ്രവർത്തനം ഒരു നന്മ എന്നതിലുപരി പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി മാറും. ബൈബിൾ പറയുന്നില്ലേ, നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിങ്ങളുടെ ആത്മാവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്നാ. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ അംഗീകാരമാണ്. നിങ്ങൾ അംഗീകാരം ആഗ്രഹിക്കുമ്പോൾ ആ നല്ല പ്രവൃത്തിയുടെ യഥാർത്ഥ മൂല്യം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്ന, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ദാനം. അതിനെ പരസ്യമാക്കി അതിൻ്റെ ശക്തി ഇല്ലാതാക്കരുത്. നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന നന്മകൾക്ക് പ്രപഞ്ചം നിങ്ങളെ രഹസ്യമായി അനുഗ്രഹിക്കും. നിങ്ങളത് വിശ്വസിച്ചേ മതിയാകൂ. നല്ല കാര്യങ്ങൾ ചെയ്യുക, പക്ഷേ അതാരോടും പറയരുത്. നിങ്ങളുടെ മനസ്സാക്ഷിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷി. അതാ ഒരു നല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാ. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാകും അല്ലേ? ചെറിയ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിണക്കങ്ങൾ, ഇതൊക്കെ സാധാരണമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റൊരാളോട്, നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് പോലും വിശദീകരിച്ചു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ കോട്ടയുടെ വാതിൽ മറ്റൊരാൾക്ക് തുറന്നു കൊടുക്കുക. നിങ്ങൾക്ക് ഉപദേശം തരുന്നവർ ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ച് സംസാരിച്ചേക്കാം. അവർ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കിയേക്കാം. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ നടന്ന ഒരു സംഭാഷണം ഒരു മൂന്നാമത്തെ വ്യക്തി അറിയുമ്പോൾ അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുന്നു. മാത്രമല്ല, നാളത്തെ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ പോലും നിങ്ങൾ ഇന്ന് പങ്കുവച്ച പ്രശ്നങ്ങളുടെ പേരിൽ അവർ ചോദ്യം ചെയ്തേക്കാം. കുടുംബം എന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ആ സിസ്റ്റത്തിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടണം. നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഒരു തീരുമാനം എടുക്കുക. അതാ വേണ്ടത്. നിങ്ങളുടെ ദാമ്പത്യ രഹസ്യങ്ങൾ നിങ്ങളുടെ ശക്തിയും ദൗർബല്യമാണ്. അതിനെ പുറത്തുവിട്ടാൽ അത് മറ്റൊരാൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ആയുധമായി മാറിയേക്കാം. നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. അതാ ഏറ്റവും വലിയ സ്നേഹം. കുടുംബരഹസ്യം എന്നത് കുടുംബത്തിൻ്റെ പവിത്രതയാണ്. അതിനെ പുറത്തുവിടുന്നത് ആ പവിത്രതയെ ഇല്ലാതാക്കും.
നാലാമതായി നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതെ, നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇതൊന്നും ആരും അറിയേണ്ട ആവശ്യമല്ല. നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നു എന്നറിഞ്ഞാൽ ആളുകൾ നിങ്ങളെ സമീപിക്കുന്നതിന്റെ രീതി തന്നെ മാറും. ചിലർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. വേറെ ചിലർ നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങളുടെ പണവുമായി ബന്ധപ്പെടുത്തി മാത്രം കാണാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളോട് അസൂയ തോന്നുന്ന ഒരുപാട് പേർ നിങ്ങളുടെ ചുറ്റുമുണ്ടാവുക. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോഴോ നിങ്ങൾ ഒരു ദയനീയതയുടെ വ്യക്തിയായി മാറും. ആളുകൾ നിങ്ങളെ സഹതാപത്തോടെ നോക്കും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഒരു സേഫ് കവർ നൽകും. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ സുരക്ഷയാണ്. നിങ്ങൾ എപ്പോഴാണ് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് സമ്പാദിക്കുന്നത് എന്നൊക്കെ അറിയുന്നത് നിങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ മറ്റുള്ളവർക്ക് അവസരം നൽകും. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും പങ്കുവയ്ക്കരുത്. സാമ്പത്തികമായി സ്വയം പര്യാപ്തരാവുക, പക്ഷേ നിങ്ങൾ എത്രത്തോളം ശക്തനാണെന്ന് ലോകം അറിയരുത്. നിങ്ങളുടെ പണം നിങ്ങൾക്കുള്ള സ്വകാര്യ കോട്ടയാ, അതിന്റെ വാതിലുകൾ അടച്ചിടുക. അഞ്ചാമതായി, ഒരുപക്ഷേ നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാ അത്. നിങ്ങളുടെ പഴയ പരാജയങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആഴത്തിലുള്ള വീക്ക്നെസ്സിനെ കുറിച്ചുമുള്ള തുറന്നു പറച്ചിൽ. നിങ്ങളുടെ ഭൂതകാലത്തെ പരാജയങ്ങൾ ഒരു പുതിയ പാഠമായിരിക്കാം. നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് പഠിച്ചിരിക്കാം. പക്ഷേ നിങ്ങൾ ആ കഥ വീണ്ടും വീണ്ടും പറയുമ്പോൾ മറ്റൊരാൾ നിങ്ങളെ കാണുന്നത് ആ പഴയ പരാജയത്തിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് കരുതുക. നിങ്ങളുടെ മുൻ ജോലിയിലെ ഒരു വലിയ വീഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞാലേ അവ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ഇന്നത്തെ കഴിവിനെക്കുറിച്ചല്ല, നിങ്ങളുടെ പഴയ വീഴ്ചയെക്കുറിച്ചായിരിക്കും. അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ദൗർബല്യങ്ങൾ. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരും, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തെ ഭയപ്പെടുന്നു. ഇത്തരം ദൗർബല്യങ്ങൾ ഒരു മൂന്നാമത്തെ വ്യക്തി അറിയുമ്പോൾ അവർ അത് നിങ്ങളെ ആക്രമിക്കാനുള്ള ഒരു പോയിന്റായി ഉപയോഗിച്ചേക്കാം. നിങ്ങളൊരു ശക്തനായ വ്യക്തിയായി ലോകത്തിന് മുന്നിൽ നിൽക്കണം. നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പാഠമായിരിക്കണം. അതിനെ മറ്റൊരാൾക്ക് നിങ്ങളെ കളിയാക്കാനോ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനോ ഉള്ള അവസരമായി ഒരിക്കലും നൽകരുത്. ഇന്നത്തെ നിങ്ങൾ ഇന്നലെ ചെയ്ത തെറ്റല്ല, നിങ്ങൾ ഇന്ന് ആരാണോ അതാണ് പ്രധാനം. നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ തന്നെ മറക്കൂ. നിങ്ങളുടെ ശക്തിയെ മാത്രം ലോകത്തിന് മുന്നിൽ കാണിക്കുക. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ രഹസ്യ പുസ്തകമാണ്. അതിലെ താളുകൾ മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുക്കരുത്. ആറാമതായി, ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ധാർമ്മികമായ കാര്യമാണ്. അത് മറ്റൊരാൾ നിങ്ങളോട് വിശ്വാസത്തോടെ പറഞ്ഞ അവരുടെ രഹസ്യങ്ങളാണ്. നിങ്ങളോട് ഒരാൾ ഒരു രഹസ്യം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളെയാണ് എന്നാണ്. ആ വിശ്വാസം നിങ്ങൾ ഒരു കാരണവശാലും തകർക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു രഹസ്യം അറിയാം എന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി നൽകിയെന്ന് തോന്നിയേക്കാം. നിങ്ങളത് മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആശ്വാസം കിട്ടിയെന്ന് തോന്നിയേക്കാം. പക്ഷേ ആ നിമിഷം നിങ്ങളുടെ വ്യക്തിപരമായ മൂല്യം, നിങ്ങളുടെ വിശ്വസ്തത നിങ്ങൾ കളഞ്ഞു കുളിക്കുക. നിങ്ങളൊരു വിശ്വാസമുള്ള വ്യക്തിയായി നിലനിൽക്കണം. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. ഓർക്കുക, ഇന്ന് നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യം പുറത്തുവിടുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ രഹസ്യവും മറ്റൊരാൾ പുറത്തുവിടും. ഇതാ ജീവിതത്തിലെ കർമ്മ നിയമം. വിശ്വസ്തത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണമാണ്. അതുകൊണ്ട് ഒരാൾ നിങ്ങളോട് പങ്കുവച്ച ഒരു കാര്യവും നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളോട് പങ്കുവയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ വിശ്വസ്തത നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. ഒരാളുടെ രഹസ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വിശ്വസ്തത വിലമതിക്കാനാവാത്ത ഒരു സമ്പത്താണ്. ഏഴാമതായി, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന നിങ്ങളുടെ നിലവിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയാത്ത അത്ര വലിയ ഭാരങ്ങളും ഉണ്ടാകാം. പക്ഷേ ആ ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞെടുക്കുമ്പോൾ ആളുകൾ നിങ്ങളെ കാണുന്നത് ഒരു ദുരന്ത കഥാപാത്രമായി ആയിരിക്കും. നിങ്ങളുടെ വേദനയെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ നിങ്ങളോട് സഹതപിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുക. പലപ്പോഴും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്നവർക്ക് അതിലൊരുതരം ആശ്വാസം ലഭിച്ചേക്കാം. കാരണം അവരെക്കാൾ കഷ്ടപ്പാടുള്ള ഒരാൾ ഈ ലോകത്തുണ്ട് എന്ന് അവർക്ക് സമാധാനിക്കാമല്ലോ. നിങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒരു സന്ദേശം നൽകുകയാണ്: എനിക്ക് ഈ പ്രശ്നത്തെ സ്വന്തമായി മറികടക്കാൻ കഴിയും.
കഷ്ടപ്പാടുകൾ നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ രഹസ്യമായി കരുത്താർജിക്കുക. നിങ്ങളുടെ ദുരിതങ്ങളെ രഹസ്യമായി നേരിടുക. ആരും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക. നിങ്ങൾ സന്തോഷവാനായിരിക്കുക, വിജയായിരിക്കുക. അതാ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ട ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി നിങ്ങളുടെ ദുരിതങ്ങൾ ഒരു രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മറയാകട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ വ്യക്തിപരമായ യുദ്ധമാണ്. അത് രഹസ്യമായി ജയിക്കുക. നിങ്ങളുടെ വിജയം മാത്രം ലോകമറിയട്ടെ. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയും, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിർ വരുമ്പോൾ വയ്ക്കുക. എല്ലാം എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ വിജയത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളാണ്. അത് മറ്റൊരാൾക്ക് കൈമാറാനുള്ളതല്ല. നിങ്ങൾ ശക്തനാ, നിങ്ങൾ കഴിവുള്ളവനാ. ഈ 7 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാ. ആരും അറിയാത്ത നിങ്ങളുടെ രഹസ്യം അറിയാൻ ഈ 7 കാര്യങ്ങളെ മനസ്സിലുറപ്പിക്കുക. നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാ. ആരും അറിയാത്ത നിങ്ങളുടെ രഹസ്യ അറിയിൽ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദ മിറക്കിൾസ് റൈറ്റ് നൗ.